ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വിജയം. വെള്ളറട ഗ്രാമപഞ്ചായത്തിലെ കരിക്കാമൻകോട് വാർഡ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് നടന്നത്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയായിരുന്നു. രാവിലെ 10 മണി മുതൽ വെള്ളറട പഞ്ചായത്ത് ഓഫീസിൽ വച്ചാണ് വോട്ടെണ്ണൽ നടത്തിയത്. NSS കരയോഗം ബിൽഡിംഗിലും അംഗനവാടിയിലുമായാണ് കഴിഞ്ഞ ദിവസം പോളിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിച്ചത്. വനിതാ സംവരണമായ ഈ വാർഡിലെ മുന്നംഗം ബി.ജെ.പിയിലെ ദീപ സനലിന് അധ്യാപികയായി സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. 23 അംഗ വെള്ളറട പഞ്ചായത്ത് ഭരണസമിതിയിൽ UDF-ന് 13ഉം LDF-ന് 9ഉം ബി.ജെ.പിക്ക് ഒരംഗവുമാണുള്ളത്. ബി.ജെ.പിയെ പ്രതിനിധീകരിച്ച അഖില മനോജ്, UDF-നെ പ്രതിനിധീകരിച്ച R ഷേർലി, LDF-ന്റെ പ്രതിനിധിയായി SL ഷീബ എന്നിവരാണ് സ്ഥാനാർത്ഥികളായി ഉണ്ടായിരുന്നത്. 130-ലധികം വോട്ടുകൾക്ക് 130 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ജില്ലയിൽ ഒരേ ഒരു വാർഡാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 3 ഇരട്ടി വോട്ടാണ് നമ്മൾ ഇത്തവണ നേടാൻ കഴിഞ്ഞത്. ഭൂരിപക്ഷം കൃത്യമായും ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ചിന്തിക്കുകയും അതിനനുസരിച്ചൊരു പോക്കാണ് ഈ പഞ്ചായത്തിലുണ്ടായിട്ടുള്ളത്. ഭരണ തിരഞ്ഞെടുപ്പിൽ കൃത്യമായും ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഈ പഞ്ചായത്തിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ആജീവനം നല്ല രീതിക്കുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായും ജനവിധി ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. മലയോര പഞ്ചായത്തായ വെള്ളറടയിൽ ബി.ജെ.പിയുടെ ഏക പ്രാതിനിധ്യമായിരുന്ന കരിക്കാമൻകോട് ഇത്തവണയും ബി.ജെ.പിക്ക് അനുകൂലമായി വിധിയെഴുതുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു പാർട്ടി അനുകൂലികൾ. UDF-ന് 335, LDF-ന് 489, ബി.ജെ.പിക്ക് 619 എന്നിങ്ങനെയാണ് വോട്ടുകൾ ലഭിച്ചത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.